നല്ല അടിപൊളി മഴയത്തെല്ലാം നല്ല തണുപ്പത്ത് ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ കടുമ്പാണ്, നമ്മളെ കാസർഗോട്ടാറ കടുമ്പും ബീഫും. അപ്പോൾ കടുമ്പിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ പത്തലിൻ്റെ പൊടിയെല്ലാം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. 1/2 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്ക് ചെറിയ പീസ് ഉള്ളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയിട്ടെടുക്കുക. നല്ലോണം മഷി പോലെ ഒന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ക്രഷാക്കിയിട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സാധാരണ പത്തലുണ്ടാക്കുന്ന പത്തലിൻ്റെ പൊടിയില്ലേ, അത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മിക്സിയിലേക്ക് ഞാൻ ആ ഒരു തേങ്ങയും ചോറിലേക്കും കണക്കായിട്ടുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായത്. മിക്സിൻ്റെ ആ ഒരു ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മിക്സാക്കിയിട്ട് ഇതുപോലെ ഈ ഒരു പത്തലിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇനി ഇതേപോലെ തന്നെ അപ്പച്ചെമ്പിലേക്ക് ഈ ഒരു രീതിയിൽ കടുമ്പിൻ്റെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയിട്ട് ഓരോന്നും വെച്ച് കൊടുക്കാം. കാസർഗോട്ടാറ് സ്പെഷ്യൽ കോയിൻ്റെ മഞ്ഞത്തണ്ണിയെല്ലാം ഇല്ലേ, അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം എന്തോ ഒരു ടേസ്റ്റാവുക. പിന്നെ ബീഫ് കറിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത്രക്കും ടേസ്റ്റാണ്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. മടിയെല്ലാം ഉള്ള സമയത്തെല്ലാം ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും കഴിയും, വലിയ പണിയൊന്നുമില്ല. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ രാവിലെ തന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ കടുമ്പെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ പണിയും കഴിയും. ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ളും മൊത്തത്തിലാക്കിയിട്ട് വെച്ചിട്ടായിട്ട് നമുക്ക് എന്താക്കാം 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്തോ എന്നുള്ളത് ഒന്ന് കുത്തി നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ബീഫ് കറി കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചാൽ മതി.